നേഹ ചേച്ചി നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. സത്യമായിട്ട് ഞാൻ ഈ പാട്ട് മറന്നിരിക്കുകയായിരുന്നു. കേൾക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. കുറച്ച് അവിടെ ഇവിടെ ശ്രുതിയുടെ പ്രോബ്ലംസ് ആണെന്ന് ഉണ്ടായിട്ടുള്ളത്. ആറ്റുകാലിൽ തുടക്കം, അനുപല്ലവിയുടെ തുടക്കം, പല്ലവിയിൽ ഐശ്വര്യപ്രദായിനി എന്ന് വരുന്ന ആ ലാൻഡ് ചെയ്ത സ്ഥലം ഫസ്റ്റ് പല്ലവിയിലും ലാസ്റ്റ് പല്ലവിയിലും കുറച്ച് സ്റ്റഡി ആയിരുന്നില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ മോൾ ആദിപരാശക്തി ഒന്നുകൂടെ ഒന്ന് പാടാമോ? ആദിപരാശക്തി എന്ന് വരുന്ന സ്ഥലം ലാസ്റ്റ് പല്ലവി. ആദിസ്വരൂപിണി വേദവിഹായിനി ആദിപരാശക്തി ജഗന്മോഹിനി. നേരത്തെ പാടുമ്പോൾ താഴെ വന്നിട്ട് ശക്തി ജഗൻ വരുന്ന സമയത്ത് വോയിസ് ഒരു ചെറിയൊരു ബ്രേക്ക് ആവുന്ന പോലെ തോന്നിയിരുന്നു നേരത്തെ പാടിയപ്പോൾ. ഉലകങ്ങളെ എന്ന് വരുന്ന സ്ഥലത്തും ഇതേപോലെ ഒരു ചെറിയൊരു വോയിസിനൊരു ബ്രേക്ക് തോന്നി. കുരുമ്പ അല്ലേ, ശ്രീ കുരുമ്പ എന്നല്ലേ പറയുള്ളൂ, കുരുമ്പ എന്ന് പറയുമോ? എനിക്കത് ഡൗട്ടുണ്ട് കേട്ടോ. ബായല്ലേ ഉള്ളൂ, ഭായില്ലല്ലോ. അതും ഒരു ഭാ കേട്ടു അവിടെ കേട്ടോ. അന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ശരിയാണോ എന്നുള്ളത്. ചേർത്തലയിൽ നീ കൃഷ്ണ സഹോദരി, അവിടെയും ഒരു വോയിസ് ഒരു സ്ട്രെയിൻ ചെയ്ത പോലെ കുറച്ച് എനിക്കൊന്ന് ഹൈ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നിരിക്കും. ചെറിയൊരു സ്ട്രെയിൻ അവിടെ ഫീൽ ചെയ്തു. ബാക്കി എനിക്ക് വേറൊരു പ്രോബ്ലം തോന്നിയില്ല. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് മോള് അനുപല്ലവിയിൽ രണ്ടാമത് അനുപല്ലവി, അതായത് ശരണം എന്ന് പറയുന്ന പോർഷൻ, കാളികാവിൽ ഏത് രാഗത്തിലാണ് വരുന്നത്? നമ്മുടെ പന്തുവരാളി രാഗത്തിലേക്ക് അല്ലേ? പന്തുവരാളി രാഗത്തിലേക്ക് വരുന്ന ഷിഫ്റ്റ് ചെയ്യുന്നൊരു പോർഷൻ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ഷഡ്ജം കറക്റ്റായിട്ട് ശ്രുതി ചേർന്നു. അവിടെ അസലായിട്ട് ചേർന്നിട്ടുണ്ട്. ഷഡ്ജത്തും ഋഷഭവും ഒക്കെ പോകുന്ന ആ പോർഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ മോള് തുടക്കം മുതൽ ഫ്ലാറ്റായിരുന്നു കുറച്ച്. ആദ്യം ആദിസ്വരൂപിണി അവിടെ റീലൊക്കെ നിൽക്കുന്ന പോർഷനൊക്കെ ഫ്ലാറ്റായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എൻഡിങ് നോട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെ, അതും പിന്നെ അതുപോലെ കൺക്ലൂഡ് ചെയ്യുന്ന ആ ഫ്രൈസ്, അത് ഇറ്റ് ഷുഡ് ബി നിങ്ങൾ ശ്രുതിയിൽ ചേർത്ത് ശീലിക്കണം. അത് സസ്റ്റെയിൻ ചെയ്യണം. ആ സസ്റ്റെയിൻ ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് വിട്ട് കളയണം. അങ്ങനെ വിടാൻ പാടില്ല. അത് വളരെ മൈന്യൂട്ടായിട്ട് ചേർക്കാനുള്ള ശ്രമം നടത്തണം ശ്രുതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നേഹ, you got a very beautiful voice മോളെ. താങ്ക് യു സർ. നല്ല 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 ടെമ്പർ ഉണ്ട്. ഇറ്റ്സ് ഗോട്ട് എ വെരി ഒരു നല്ല എക്വിസ്റ്റിക്സ്. നേരത്തെ ഏതൊരു പീപ്പിളുടെ കാര്യം പറഞ്ഞ പോലെ നല്ല എക്വിസ്റ്റിക്സ് ഉണ്ട് മോളുടെ വോയിസിന്. നല്ല ബ്രൈറ്റ് എസെൻസ് ഉള്ള വോയിസാണ്. ആക്ച്വലി ആസ് ഇറ്റ് ഈസ് കോമൺ ഫാക്ടേഴ്സ് കുറേ ഉണ്ട് ഇവിടെ. അപ്പം ഞാനതിലേക്ക് കടക്കുന്നില്ല. ബട്ട് എനിക്ക് ഓബ്വിയസ് ആയിട്ട് തോന്നിയൊരു കാര്യം, പാട്ട് എപ്പോഴും തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു സോങ് തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഫുൾ ആ ഒരു കോൺസെൻട്രേഷൻ ലെവലിൻ്റെ പീക്കിൽ കൊണ്ടുവരേണ്ട സമയമാണത്. ആൻഡ് ദി എൻഡിങ് ഓൾസോ. പാട്ട് തുടങ്ങി ആസ് യു ആർ മൂവിങ് അലോങ് നമ്മൾ ആ സോങ്ങിൻ്റെ ആ ഒരു ഇതിലങ്ങോട്ട് പോകും. പക്ഷെ ആ തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് നോട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ബി എ ലിറ്റിൽ കെയർഫുൾ നെക്സ്റ്റ് ടൈം. മോളുടെ ആ ഒരു നീ എന്നുള്ള ഒരു സിലബിൾ വരുമ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ഗുഡ്. എനിക്ക് നല്ലൊരു ഫീലിംഗ് പോലെ തോന്നിയത്. ബിക്കോസ് അതിങ്ങനെ ഇറ്റ് വാസ് സ്റ്റേയിങ് വെൽ. ഇറ്റ് ഈസ് പ്രോബ്ലി ദി എൻഡിങ് നോട്ട്സ് ഓഫ് യുവർ സോങ്. ബട്ട് ചിലയിടത്തൊക്കെ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ദർ ഇസ് നത്തിങ് ടു വറി. യു ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. മോൾക്ക് നല്ല വോയിസ് ഉണ്ട്. അപ്പോൾ ആസ് ചേച്ചി ആൻഡ് ചേട്ടൻ സെഡ്, be careful about your pitching and here and there. Good luck. Thank you sir. നേഹ ചേച്ചി നല്ല രസമായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, അപ്പം എന്തായാലും ഈ നല്ല പെർഫോമൻസിന് എത്ര മാർക്ക് ജഡ്ജസ് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ചിത്രേച്ചി ഔട്ട് ഓഫ് 40. 33. 33 ഔട്ട് ഓഫ് 40. രമേശ് സർ 22. താങ്ക് യു സർ. 22 ഔട്ട് ഓഫ് 30. And Chajeta 14 plus 8. 22. അപ്പൊ നേഹയ്ക്ക് ഡിവോഷൻ സോങ്സ് റൗണ്ട് ജഡ്ജസ് നൽകിയിരിക്കുന്നത് 77 മാർക്സ്. താങ്ക് യു.